ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് ഇവിടെ ഒരു അടിപൊളി നമ്മൾ ബേക്കറികളിലൊക്കെ വാങ്ങുന്ന തരത്തിലുള്ള അണ്ടിപ്പരിപ്പ് ബിസ്ക്കറ്റില്ലേ, നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത, എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. അപ്പോൾ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബിസ്ക്കറ്റ് നമുക്ക് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്, അടിപൊളിയായിട്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഒന്ന് നോക്കിയാലോ. നമ്മളിവിടെ തന്നെ 2 കപ്പ് മൈദയിലാട്ടോ ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, ഇത്ര അളവൊന്നുമില്ല. ഞാൻ കപ്പുള്ളതുകൊണ്ട് കപ്പിലങ്ങ് അളന്നെടുത്തു എന്ന് മാത്രം. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടായിരുന്നു എന്ന് തോന്നി കേട്ടോ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിതിൽ പാകത്തിന് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. അത് നമുക്ക് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. അത് നമ്മളിതേപോലെ മൈദ എടുക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഇതിനൊപ്പം വേണമെങ്കിൽ നമുക്ക് അയമോദകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്നാക്ക് ഉണ്ടാക്കിയപ്പോൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിട്ടാലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടായ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ചേർക്കുമ്പം ഇത് നല്ല ക്രിസ്പിയായിട്ട്, ഉള്ളൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, നല്ലൊരു ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടും. അതിനാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് ഇനി കൈ കൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. അത് നമുക്ക് പിന്നെ പുട്ടിനൊക്കെ കുഴയ്ക്കുമ്പോൾ ഒരു പൊടി ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്താലൊന്ന് ഉരുണ്ട് വരുന്ന രീതിയിൽ, ആ ഒരു രീതിയിൽ നമുക്ക് ഈ പൊടിയൊന്ന് കിട്ടണം. അതുവരെ നമ്മളൊന്ന് കുഴച്ചെടുക്കാനേ വേണം കേട്ടോ. ഞാനിപ്പോൾ ഇത് നമുക്ക് പിന്നെ ബേക്കറികളിലൊക്കെ കിട്ടുന്നത് കുറച്ച് മധുരം ഉണ്ടായിട്ടാണ് ഞാനിത് ഇപ്പോൾ ചെയ്യുന്നത്. മധുരം ഇല്ലാതെയാണ്. ഇനി നമുക്ക് മധുരം വേണം, അതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ അങ്ങനെ പൊടിഞ്ഞ് മൈദ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് സാധാ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. നമ്മൾ ഓൾറെഡി ഇതിൽ ഓയിലൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും മാവ്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇതിനൊന്നും നമ്മൾ ഒരുപാട് സമയമൊന്നും പോവില്ല കേട്ടോ. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതാ നമ്മളിവിടെ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. നമ്മളിത് നേരെ ഇത് പരത്തിയെടുക്കുകയാണ് കേട്ടോ. നമ്മളിത് പരത്തുമ്പോൾ നമ്മൾ പൊടി ചേർത്ത് പരത്തരുത് കേട്ടോ. ഇനിയിപ്പോൾ അത് നമ്മൾ ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ തടവി കൊടുത്തിട്ട് മാത്രം നമ്മൾ ഇതൊന്ന് പരത്തിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ഓയിലൊക്കെ ചേർത്തുകൊണ്ട് ഇത് ഒട്ടി പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളിത് ഒരുപാട് തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിയിലാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് കട്ടി വേണം നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ. നമ്മളിപ്പോൾ ഈ മാവ് ഒരു തവണ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. അത് വേസ്റ്റ് ആവാതെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഇവിടെ പരത്തി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാ കണ്ടില്ലേ, ഈ ഒരു കട്ടിയിലാട്ടോ നമ്മൾ പരത്തിയെടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു കട്ടി വേണം. ഇനി നമ്മൾ പരത്തി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് കട്ടി ഉണ്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് അതേപോലെ ഒരു അടപ്പാണ്. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊന്ന് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടപ്പ് കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ആ രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആ ഷേപ്പിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് നടുക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. നമ്മുടെ ചാനൽ ഇതുപോലെ കുട്ടീസിന് പറ്റുന്ന കുറേ സ്നാക്കിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇട്ട സ്നാക്സ് അതുപോലെ അടിപൊളിയായിരുന്നു. അപ്പം അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അത് നമ്മുടെ അരിപ്പൊടി കൊണ്ടിട്ടുള്ള ഒരു സ്നാക്കായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇത് നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാം കേട്ടോ. പക്ഷേ അത് ഇരിക്കും തോന്നണില്ല, കാരണം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിൽ മധുരം വേണം. നമുക്ക് ബേക്കറി സ്റ്റൈൽ തന്നെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണേ. പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കരുത്. പൊടിച്ചിട്ട് ആ പഞ്ചസാര നമുക്കൊരു 1/3 കപ്പോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്
കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ഇതേപോലെ പരത്തി കട്ട് ചെയ്തിട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ബേക്കറിൻ്റെ അതേ സ്റ്റൈൽ, ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ ഉണ്ടാവും. ഇതാ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ വേണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊരു 5-6 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഉള്ളൊക്കെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് മുകൾ വശം ഒന്ന് ഡ്രൈ ആയ ശേഷം നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള സമയം നമുക്കതുകൊണ്ട് കിട്ടും കേട്ടോ. ഞാനിത് ഇട്ട ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ അടിവശം ഒന്ന് മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളറായി പോകുമൊന്നും വേണ്ട. ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വെളുത്തുള്ളിൻ്റെ അല്ലി പോലെയോ കാഷ്യൂനട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. ഇതാ നമ്മുടെ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് നമുക്ക് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് ഒന്ന് കട്ട് ചെയ്യാൻ പോയ സമയത്ത് അടിവശം ഒന്ന് കളർ മാറി, പക്ഷെ ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത്ര അങ്ങോട്ട് കളറാവണ്ട, അതിന് മുമ്പ് നമുക്ക് എടുത്താലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ രണ്ടാമത്തതും ഇതാ അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് തണുത്തതാണേ. അപ്പോൾ തണുത്ത ശേഷം നന്നായിട്ട് ക്രിസ്പിയായി കിട്ടുന്നുണ്ടല്ലേ. നമുക്കത് പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാം ഉള്ള് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരുപാട് സോഫ്റ്റ് ആവില്ല, പക്ഷേ നമ്മൾ സാധാരണ ബേക്കറിയിൽ നമ്മൾ ഉള്ളു നല്ലൊരു ഇതുണ്ടാവില്ല, അത് ഈ ഓയിൽ ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മളിവിടെ മൊത്തമായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വറുത്തെടുത്ത ഈ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ക്രിസ്പിയാക്കി വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ഉള്ളതുകൊണ്ട് അതിട്ട് കൊടുത്തു. അധികം എരിവ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ചാറ്റ് മസാലയാണ്. ഇത് ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിനധികം വിലയൊന്നുമില്ല, ഒരു 40 രൂപയുള്ളൂ. അത് നമ്മൾ വാങ്ങി വെച്ചാൽ ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വറുത്തോ എടുക്കുകയൊക്കെ ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ മുകളിൽ ഇതിൽ ഇട്ട് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവരും ഇത് കഴിക്കും. ഞാൻ തന്നെ ഇപ്പോൾ കുറേ കഴിച്ചു. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു അടിപൊളി ഐറ്റമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ, ടാറ്റാ, ബൈ.